UAEക്ക് നേരെയുണ്ടായ മിസൈൽ ആക്രമണ ഭീഷണിക്ക് പിന്നാലെ ഇറാനുമായുള്ള എല്ലാ വ്യാപാര ഇടപാടുകളും നിർത്തിവച്ചിരിക്കുകയാണ് UAE. ഇറാനുമായി ഒരു തരത്തിലുമുള്ള വ്യാപാര ധനവിനിമയവും നടത്തില്ല എന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. എന്നാൽ UAEയിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയെന്ന ആരോപണം നിഷേധിച്ചിരിക്കുകയാണ് ഇറാൻ. UAEയെ ആക്രമിച്ചിട്ടില്ല എന്നും ആക്രമിച്ചുവെന്ന വാദം അടിസ്ഥാനരഹിതമെന്നുമാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. നല്ല അയൽപക്ക സൗഹൃദത്തിന്റെ തത്വത്തിന് വിരുദ്ധവും മേഖലയിൽ വിശ്വാസ്യത വളർത്തിയെടുക്കാനുമുള്ള പ്രാദേശിക ശ്രമങ്ങൾക്ക് ഹാനികരവുമാണ് ആരോപണങ്ങളെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായി പറഞ്ഞു. UAEയുടെ അവകാശവാദം ഇറാൻ പൂർണ്ണമായും തള്ളിയിരിക്കുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഒരു മാസത്തിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് UAEക്ക് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. 2 ബാലിസ്റ്റിക് മിസൈലുകളാണ് UAE ലക്ഷ്യമാക്കി എത്തിയത്. ആദ്യത്തെ മിസൈൽ രാജ്യത്തിന്റെ സമുദ്രാതിർത്തിക്ക് പുറത്തും രണ്ടാമത്തേത് UAEയുടെ സമുദ്രാതിർത്തിക്ക് ഉള്ളിലും പതിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടെ UAEയിൽ മിസൈൽ ആക്രമണ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ UAEയിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയെന്ന ആരോപണം ഇറാൻ പൂർണ്ണമായും നിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ UAE ആരോപിക്കുന്നത് അത് ഇറാനിൽ നിന്ന് വന്ന മിസൈലാണ് എന്നാണ്. എന്താണ് ശരിക്കും UAEയിൽ സംഭവിച്ചത്? അതാണ് വലിയ ചോദ്യമായി വരുന്നത്. യഥാർത്ഥത്തിൽ എന്തായിരിക്കാം സംഭവിച്ചത്? ഈ ടോട്ടലി കോൺട്രാസ്റ്റിംഗ് ഇൻ്റർപ്രിട്ടേഷൻസ് ആണ് ഇപ്പോൾ വരുന്നത്. വസ്തുതകളെ ആദ്യം നമുക്ക് വസ്തുതകളെ നോക്കാം. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന രാജ്യത്തിനെതിരെ 2 മിസൈലുകൾ വരികയാണ്. അത് വടക്കൻ പ്രദേശത്തു നിന്നാണ് വരുന്നത്. അത് ഇറാൻ്റെ ഡയറക്ഷനിൽ നിന്നാണ് അതെത്തുന്നത്. അതിൽ ഒരെണ്ണം UAEയുടെ സമുദ്ര അതിർത്തിക്ക് ഉള്ളിൽ പ്രവേശിച്ച് സമുദ്രത്തിൽ പതിക്കുന്നു. അത് ഇൻ്റർസെപ്റ്റ് ചെയ്യുകയാണോ പതിക്കുകയാണോ ചെയ്തത് എന്നതിനെക്കുറിച്ച് നിശ്ചയമില്ല. രണ്ടാമത്തെ മിസൈൽ UAEയുടെ സമുദ്ര അതിർത്തി പോലും എത്തുന്നതിന് മുൻപ് തന്നെ താഴെ വീഴുകയോ തകർന്ന് വീഴുകയോ അല്ലെങ്കിൽ അവിടെ പതിക്കുകയോ ചെയ്തു. ഒരു നാശനഷ്ടവും ഉണ്ടായിട്ടില്ല. പക്ഷേ അത് വസ്തുതയാണ്. പക്ഷേ മിസൈലുകൾ UAEക്ക് നേരെ ചീറി വന്നു എന്നത് വസ്തുതയാണ്. എങ്കിൽ അതാര്? 2 ഓപ്ഷൻസാണുള്ളത്. ഇറാനാണ് സ്വാഭാവികമായി ഇത് ചെയ്യാൻ സാധ്യത. അപ്പോൾ ഇപ്പോൾ എന്തായിരുന്നു പ്രകോപനം? UAEക്കെതിരെ ഇപ്പോൾ ഒരു പ്രകോപനവും ഉണ്ടായിട്ട് കാര്യമില്ല. കാരണം സാധാരണഗതിയിൽ ഗൾഫ് രാജ്യങ്ങളെ ഇറാൻ കഴിഞ്ഞ 4 മാസവും ഒരു ഫെബ്രുവരി 28, 2026 ശേഷം ഇത്രയും സമയം വരെ ആക്രമിച്ചതെല്ലാം തന്നെ പ്രത്യാക്രമണം എന്ന രീതിയിലായിരുന്നു. ഏതെങ്കിലും ഒരു ബേസിൽ നിന്നും അമേരിക്ക ആക്രമണം നടത്തുന്നു. ഇറാൻ്റെ നഗരങ്ങൾക്ക് നേരെയോ ഇറാൻ്റെ വാണിജ്യ കേന്ദ്രങ്ങൾക്ക് നേരെയോ ആക്രമണം നടത്തുമ്പോൾ അതിന് പ്രത്യാക്രമണം എന്ന നിലയിൽ ഒന്നുകിൽ സൗദിയിലേക്ക് അല്ലെങ്കിൽ UAEയിലേക്ക് അവസാന ഘട്ടങ്ങളിലൊക്കെ ഏതാണ്ട് പൂർണ്ണമായി കുവൈറ്റിലേക്കും ജോർദാനിലേക്കും ബഹ്റൈനിലേക്കും മാത്രമാണ് മിസൈലുകൾ പാഞ്ഞത്. കഴിഞ്ഞ 1 മാസമായി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന് നേരെ ഒരു മിസൈലും പോയിട്ടില്ല. സൗദിക്ക് നേരെ പോലും കാര്യമായ മിസൈൽ ആക്രമണം ഉണ്ടായില്ല. ഹൂതികളുടെ ഭാഗത്തു നിന്നും ഇറാൻ അനുകൂല ഷിയ മിലിഷ്യകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. പക്ഷേ ഇറാനിൽ നിന്നും സൗദിക്ക് നേരെ പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ട് ഈ ഘട്ടത്തിൽ ഒരു ആക്രമണം ഉണ്ടായി? ഇറാൻ പറയുന്നു ഉണ്ടായില്ലല്ലോ, ഞങ്ങൾ ആക്രമിച്ചിട്ടില്ല, ഞങ്ങൾ അറിഞ്ഞിട്ട് പോലുമില്ല. പക്ഷേ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പറയുന്നു അല്ല, നിങ്ങളാണ് ചെയ്തിരിക്കുന്നത്. മേഖലാ സുരക്ഷിതത്വം അട്ടിമറിക്കാൻ വേണ്ടി ഇറാൻ അത് ചെയ്തിരിക്കുന്നു. ഇറാൻ പറയുന്നു ഞങ്ങൾ മേഖലാ സുരക്ഷിതത്വത്തിന് വേണ്ടി ശ്രമിക്കുകയാണ്. അമേരിക്കയെ മാറ്റി നിർത്തി ഈ മേഖലയിലെ രാജ്യങ്ങളെല്ലാം ഒരു ധാരണയിൽ പോകണം. ഇറാനും ഒമാനും തമ്മിൽ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. UAEയെ കോൺഫിഡൻസിൽ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന നിലപാടിൽ നിൽക്കുകയാണ്. അതാണ് ഇസ്മായിൽ ബഖായി എന്ന വിദേശകാര്യ വക്താവ്, ഇറാൻ്റെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വക്താവ് സൂചിപ്പിച്ചത്. അതാണ് തങ്ങൾക്ക് ഇപ്പോൾ അങ്ങനെ ഒരു ആക്രമണ ഉദ്ദേശമേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിനെ പുറത്തു നിന്നുകൊണ്ട് കാണുന്നവർ കാണുന്ന ഒരു കാര്യമുണ്ട്. UAEയും ഇറാനും തമ്മിൽ ആ രീതിയിൽ ഇപ്പോൾ ഒരു ബന്ധമില്ല. ഉള്ള പ്രധാന കാരണം ഇറാൻ വലിയ കലിപ്പിലാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ ഡിഫൻസ് സ്ട്രക്ചർ മുഴുവൻ കെട്ടിപ്പടുത്തിരിക്കുന്നത് ഇസ്രയേലിൽ നിന്ന് കിട്ടുന്ന സഹകരണം കൊണ്ടാണ്. സൗദി അറേബ്യയുടേത് അങ്ങനെയല്ല. ഇസ്രയേലും സൗദി അറേബ്യയും തമ്മിലും ഇസ്രയേലും ഒമാനും തമ്മിലുമൊന്നും യാതൊരു രീതിയിലുള്ള സൈനിക സഹകരണവുമില്ല. ഇസ്രയേലിന് സൈനിക സഹകരണമുള്ള അറബ് രാജ്യം UAE ആണ്. അപ്പോൾ അതായത് ഒരു മിനി അയൺ ഡോം സംവിധാനം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന് മേൽ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഏരിയൽ ഡിഫൻസ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്.
അങ്ങനെയെങ്കിൽ UAE ബിക്കംസ് എ ടാർഗറ്റ്. അത് മാത്രമല്ല ഏറ്റവും അധികം പാനിക്ക് ചെയ്യാൻ സാധ്യതയുള്ള, കാരണം ഹിറ്റിംഗ് റേഞ്ചിൽ വളരെ അടുത്തൊരു ഹിറ്റിംഗ് റേഞ്ചിലാണ്. എക്രോസ് ദ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് തൊട്ട് തെക്ക് കിടക്കുന്നത് UAE ആണ്. അപ്പോൾ സാമ്പത്തിക സ്ഥിരാകേന്ദ്രങ്ങളാണ്, ഏറെ സാമ്പത്തിക ഡാമേജ് ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളുമാണ്. അതുമാത്രമല്ല UAEയോടുള്ള മറ്റൊരു ചുരുക്കിൻ്റെ കാരണം UAE ഹോർമോസ് ഒഴിവാക്കി ഫ്യുജൈറയിലൂടെ എണ്ണ കിടക്കുന്നു. ഈ വെസ്റ്റ് ടു ഈസ്റ്റ് എണ്ണ പമ്പ് ചെയ്ത്, അത് അബുദാബിയിലൊക്കെയുള്ള എണ്ണ പമ്പ് ചെയ്ത് UAEക്ക് കുറുകെ പമ്പ് ചെയ്ത് ഫ്യുജൈറ എന്ന മറുഭാഗത്തെ കിഴക്കൻ ഭാഗത്തെ തുറമുഖത്തിൽ എത്തിച്ച് അത് ഒമാൻ ഉൾക്കടലിലും തെക്ക് കിടക്കുന്നതാണ്. അവിടെ നിന്നും അറബിക്കടലിലേക്ക് കൊണ്ടുപോകുക, ഇന്ത്യയിലേക്ക് കൊണ്ടുവരാം. ഇന്ത്യയുമായൊക്കെ സ്വതന്ത്രമായ ചില വ്യാപാര കരാറുകളും എണ്ണ സംബന്ധമായ നീക്കങ്ങളിൽ സ്വതന്ത്രമായ ചില തീരുമാനങ്ങൾ എടുത്തു പോകുന്നു. അതിൽ ലേശം അതൃപ്തി സൗദി അറേബ്യയ്ക്കും ഉണ്ട് എന്ന് ഓർക്കണം. അപ്പോൾ സൗദി അറേബ്യ ഇറാനും തമ്മിൽ ചരിത്രപരമായ ചില വൈജാത്യങ്ങളുണ്ട് എങ്കിൽ പോലും ഈ രീതിയിലുള്ള ഷോർട്ട് കട്ടുകൾ സൗദി അഡോപ്റ്റ് ചെയ്യുന്നതായി ഉള്ള പരിഭവം ഇറാനില്ല. സൗദിയുടെ 2 കടലുകളും ചെങ്കടൽ മേഖലയും പേർഷ്യൻ ഗൾഫ് മേഖലയിലും ഇപ്പോൾ ചോക്ഡ് ആണ് എന്നതുകൊണ്ട് സൗദിയും വല്ലാതെ സഫക്കേറ്റ് ചെയ്യുന്നു. സൗദിക്ക് മറ്റൊരു ഔട്ട്ലെറ്റ് ഇല്ല. അപ്പോൾ ഒന്നിൽ ചെങ്കടൽ അല്ലെങ്കിൽ പേർഷ്യൻ ഗൾഫ്, പക്ഷേ അത് ഒമാൻ ഉൾക്കടൽ വഴി UAEക്ക് എണ്ണ കടത്താൻ കഴിയുന്നു. അതുകൊണ്ട് UAEയെ പരമാവധി സമ്മർദ്ദപ്പെടുത്തുക എന്നത് ഇറാനിയൻ തന്ത്രം ആവാം. അതുമാത്രമല്ല ഒരു സന്ദേശം കൂടിയാണ്. ഇസ്രായേലിനോട് ചേർന്ന് നിൽക്കുന്ന, ഇസ്രായേലിനോട് വലിയ സൗഹൃദമെന്നല്ല, അബ്രഹാമിക് കരാർ കൂടി ഒപ്പിട്ട അത് ബഹ്റൈനും. അതുകൊണ്ടാണ് ബഹ്റൈൻ ആക്രമിക്കപ്പെടുന്നത്. നിരന്തരമായി ബഹ്റൈൻ ആക്രമിക്കപ്പെടുന്നതിൻ്റെ പിന്നിൽ അബ്രഹാമിക് കരാറിൽ ഒപ്പിട്ടുകൊണ്ട് ഇസ്രായേലുമായി സന്ധി ചെയ്ത് നീങ്ങുന്ന ചെറിയ അറബി രാജ്യമാണ്. ചെറിയ രാജ്യം എന്ന നിലയിൽ ബഹ്റൈൻ അങ്ങനെ ഒരു രാജ്യമാണ്. അതുകൊണ്ട് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നതിന് പ്രത്യേകിച്ച് കാരണങ്ങൾ പറയാനാവില്ല എങ്കിലും നമുക്ക് സൂചനകളാണ് ഇപ്പോൾ ഞാൻ വിശദീകരിച്ചത്. ഇനി ഇതിൻ്റെ പ്രത്യാഘാതം എന്താണ്? ഉടനടി തന്നെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് കല്ലെ പിളർക്കുന്ന ശാസനം പുറപ്പെടുവിച്ചു. ഇനിമേലിൽ ഇറാനുമായി തങ്ങൾ കച്ചവട ബന്ധത്തിൽ ഏർപ്പെടില്ല. ഇപ്പോൾ നിലവിലുള്ള എല്ലാ ട്രേഡ് ഡീലുകളും മരവിപ്പിച്ചിരിക്കുന്നു. ഇതിൻ്റെ ക്വാണ്ടം കൂടെ നമുക്ക് നോക്കണമല്ലോ. ഏതാണ്ട് ചരിത്രപരമായി $16 ബില്യൺ 28 ബില്യൺ ഇടയ്ക്കുള്ള ഒരു ഉഭയകക്ഷി വ്യാപാരമാണ് ഇറാനും UAEക്കും ഇടയിലുള്ളത്. കാരണം അത് വളരെ എളുപ്പമാണ് ഈ വ്യാപാരം. നേരെ 10-40 നോട്ടിക്കൽ മൈൽസ് കടന്നു കഴിഞ്ഞാൽ ഇറാൻ തീരത്ത് നിന്നും തെക്ക് UAE തീരത്തേക്ക് എത്തുകയാണ്. അതുകൊണ്ട് വളരെ എളുപ്പമാണ്. ഇപ്പോൾ എണ്ണ സമ്പന്നമായ രാജ്യങ്ങളാണ്, പ്രകൃതിവാതകവും എണ്ണയും ഉള്ള രാജ്യങ്ങളാണ് ഈ 2 രാജ്യങ്ങൾ. അപ്പോൾ എണ്ണയ്ക്ക് ഉപരിയായ പല കാര്യങ്ങളും, ടെക്നോളജി ഉണ്ട്, നിർമ്മാണ പ്രവർത്തനങ്ങളുണ്ട്, ടെക്നീഷ്യൻസിൻ്റെ വരവുണ്ട്, എല്ലാമുണ്ട്. അപ്പോൾ ഇങ്ങനെ നേരിട്ടും അല്ലാതെയും ഉള്ള ബന്ധം ആവശ്യമാണ് UAEയും ഇറാനും തമ്മിൽ. അത് വ്യാപാര ബന്ധം അത്ര വലുതൊന്നുമല്ല. കാരണം ഇറാൻ്റെ വലിയ വ്യാപാര പങ്കാളികളിൽ പെടുന്ന രാജ്യം കൂടിയാണ് UAE. ഏറ്റവും അധികം വ്യാപാരമുള്ളത് ചൈനയുമായിട്ടാണ്. സൗദി അറേബ്യയുമായിട്ട് വലിയ വ്യാപാരമുണ്ട്. 3-4 രാജ്യങ്ങൾ കൂടെ കടന്നു കഴിഞ്ഞാൽ പിന്നെ UAE ആണ് ഇറാൻ്റെ നല്ലൊരു വ്യാപാര പങ്കാളി. അപ്പോൾ അവിടെ ഒരു അടവിശിഷ്ട നില ഇറാൻ അനുകൂലമല്ല. ഇറാൻ ഏതാണ്ട് $5 ബില്യൺ ട്രേഡ് ഡെഫിസിറ്റ് UAEയുമായിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം പരിഗണിക്കുമ്പോഴും അങ്ങനെ UAEയെ ഈ ഘട്ടത്തിൽ, അത് യുദ്ധം ആ രീതി നടക്കുന്നൊരു സമയമല്ലത്. ഒരു അമേരിക്കൻ ആക്രമണവും നടന്നിട്ടില്ല. UAEയിലെ ബേസുകൾ കാര്യമായി അമേരിക്ക ഉപയോഗിക്കുന്നതുമില്ല. വലിയ നാവികത്താവളങ്ങളൊക്കെ ഉണ്ട് UAE തീരത്ത് അമേരിക്കയ്ക്ക്. പക്ഷേ അതിൽ നിന്നും കാര്യമായ ആക്രമണം ഇപ്പോഴുണ്ടായിട്ടില്ല. എങ്കിൽ എന്തിന് ഇങ്ങനെ ആക്രമിക്കുന്നു? അപ്പോൾ അവിടെയാണ് ഇറാൻ്റെ മാറിയ ചിന്താഗതിയെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകേണ്ടത്. അങ്ങനെയാണ് ഇറാൻ കഴിഞ്ഞ ആഴ്ച ഒന്ന് പറഞ്ഞു വെച്ചു. ഇറാൻ്റെ ഉന്നത നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നൊരു പ്രസ്താവന എന്ന നിലയിലാണ് ഇറാനിയൻ മാധ്യമങ്ങൾ അതിനെ വിശകലനം ചെയ്യുന്നത്. ഏകപക്ഷീയത എന്നത് ഒരുപക്ഷെ ഇനി ഞങ്ങൾ അഡോപ്റ്റ് ചെയ്യേണ്ടി വരും. ഞങ്ങൾ ഒരുപക്ഷെ ഏകപക്ഷീയമായി അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തും. ഇതുവരെ ഉണ്ടായതെല്ലാം തിരിച്ചടി മാത്രമാണ്. തങ്ങളെ ആക്രമിച്ചപ്പോൾ കൃത്യമായി തന്നെ ഓരോ ആക്രമണത്തിനും തങ്ങൾ മറുപടി കൊടുത്തു. ഇനി തങ്ങളെ ആക്രമിക്കണമെന്നില്ല. ഒരു യുദ്ധമായി കണ്ടുകൊണ്ട് തങ്ങൾ തിരിച്ചടിയൊന്നുമല്ല, അടി തന്നെ കൊടുത്തുകൊണ്ടിരിക്കും. അപ്രതീക്ഷിതമായ സമയത്ത്, ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില ആക്രമണങ്ങൾ എവിടെയും പ്രതീക്ഷിക്കാം. അതുമാത്രമല്ല, നിലവിൽ അമേരിക്കയുമായി ഒരു ചർച്ചയും നടക്കുന്നില്ല. ഒമാനുമായി ഉണ്ടായിരുന്ന ചർച്ച അത് അംഗീകരിക്കാൻ അമേരിക്ക വിമുഖത കാട്ടിയ സ്ഥിതിക്ക് തങ്ങളുടേതായ ഓപ്ഷൻസ് ഉപയോഗിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ഇറാൻ്റെ വലിയ ഒരു ഷിഫ്റ്റാണ്. ഒരുപക്ഷെ ഒരു ബാറ്റിലേക്ക് ഗിയറപ്പ് ചെയ്യുന്ന സമയമാണ്. നിലവിൽ കഴിഞ്ഞ ദിവസം അവസാനിച്ചു കഴിഞ്ഞു. വെടിനിർത്തൽ
60 ദിവസത്തെ 2 മാസത്തെ വെടിനിർത്തൽ കാലാവധി കഴിഞ്ഞ ദിവസം അവസാനിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നിലവിൽ ആ മേഖലയിൽ വെടിനിർത്തലില്ല. ആർക്കും ആരെയും ആക്രമിക്കാം. ഇറാൻ്റെ ഏറ്റവും വലിയ പരിഭവം എന്താണ്? തങ്ങൾ 14 ഇന എഗ്രിമെൻറ്റ്, അത് ഫൈനൽ എഗ്രിമെൻ്റ് അല്ല, ഇടക്കാല കരാർ അമേരിക്കയുമായി ഒപ്പിട്ടതാണ്. ആ കരാറിലെ ഓരോരോ അംശങ്ങൾ 1-ാം വകുപ്പ് തന്നെ ആദ്യ ദിവസം തന്നെ ലംഘിച്ചു. അത് ഇസ്രായേലാണ് ലംഘിച്ചത്. ഈ സേനാ താവളങ്ങൾക്ക് നേരെ, ഹിസ്ബുള്ളയുടെയും ഒക്കെ താവളങ്ങൾക്ക് നേരെ ലെബനനിൽ ആക്രമണം നടത്തി. അത് അരുത് എന്നായിരുന്നു 1-ാമത്തെ കരാർ, 1-ാമത്തെ പ്രൊവിഷൻ. അത് ലംഘിച്ചു. അതുമാത്രമല്ല, സ്വതന്ത്ര കപ്പൽ പാത അത് വരുന്നതിന് മുന്നോടിയായി തങ്ങൾ നിശ്ചയിക്കുന്ന പാതയിലൂടെ കപ്പലുകൾ ഗതാഗതം നടത്തണം. അതിന് പുല്ലുവില പോലും കൽപ്പിക്കാതെ സമാന്തരമായൊരു പാത വെട്ടിത്തുറന്ന് അമേരിക്ക കച്ചവടത്തിന് വേണ്ടി നീങ്ങി. അതിന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെയും ഒമാൻ്റെയും കൂടെ പിന്തുണയുണ്ടായിരുന്നു. UAEയുടെയും ഒമാൻ്റെയും തീരം ചേർന്നുള്ള പുതിയ സമാന്തര പാതയിലൂടെയാണ് കപ്പലുകൾ അത് കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും കടന്നു പോകുന്ന കപ്പലുകളുടെ എണ്ണം കുറവാണെങ്കിലും പോകുന്നതിൽ 80% അതുവഴിയാണ് പോകുന്നത്. ഇതിനിടയിൽ അമേരിക്ക പറഞ്ഞു തങ്ങളാണ് യഥാർത്ഥത്തിൽ ഹോർമൂസ് നിയന്ത്രിക്കുന്നത്. ഇറാൻ അതിനെ പുച്ഛിച്ചതള്ളി. ഇറാൻ പറയുന്നത് തങ്ങളുടെ സ്വാധീന മേഖലയായി ഇപ്പോഴും ഹോർമൂസ് തുറക്കുന്നു. ഇതിനിടയിൽ അമേരിക്ക പറഞ്ഞു വെച്ചല്ലോ, ഹോർമൂസ് തങ്ങളുടെ ടെറിട്ടറിയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ പുതിയതായി കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു ടെറിട്ടറിയാണ് ഹോർമൂസ് മേഖല ആകമാനം. അതനുസരിച്ചുള്ള മാപ്പും ട്രംപ് പുറത്തുവിട്ടു. ഹോർമൂസിനെ കൂടി ഉൾപ്പെടുത്തി അമേരിക്കൻ ഓവർസീസ് ടെറിട്ടറീസ് എന്ന കൂട്ടത്തിൽ ഹോർമൂസ് മേഖല ആകമാനം റൗണ്ട് ചെയ്ത് ചിത്രമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ട്രൂത്ത് സോഷ്യൽ പങ്കുവയ്ക്കുമ്പോൾ എന്താണ് ഇറാൻ പിന്നെ കരുതേണ്ടത്? അങ്ങനെയെങ്കിൽ ആ മേഖലയിലുള്ള രാജ്യങ്ങൾക്ക് തങ്ങൾ സുരക്ഷാ ഭീഷണി തന്നെയാണ് എന്ന് ആക്രമണങ്ങളിലൂടെ തെളിയിക്കേണ്ട ഒരു അവസ്ഥയിലാണ്. പക്ഷേ അത് ഓൺ ചെയ്യാൻ ഈ ഘട്ടത്തിൽ ഇറാൻ തയ്യാറായിട്ടില്ല. മറ്റു പല ആക്രമണങ്ങളും ഇറാൻ ഓൺ ചെയ്തല്ലോ. അപ്പോൾ ഇതിനകത്ത് എന്തോ ഒരു കള്ളക്കളി ഉള്ളതായി പലരും സംശയിക്കുന്നു. ഇസ്രായേലാണോ ചെയ്തിരിക്കുന്നത്? മറ്റൊരു രാജ്യവും ആ രീതിയിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ തക്ക ഒരു നിലവാരമുള്ള ഒരു രാജ്യവും അവിടെ ഇല്ല. അതുകൊണ്ട് ഇസ്രായേൽ പരമാവധി യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ, ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ അറബ് ഇസ്ലാമിക ലോകത്തെ രാജ്യങ്ങൾ തമ്മിലും സ്പർദ്ധ വളർത്തുന്നതിൻ്റെ ഭാഗമായി ഒരിക്കലും യുദ്ധം അവസാനിക്കാതിരിക്കാൻ വേണ്ടി ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഡമ്മി ആക്രമണം നടത്തിയതാണോ, UAEയെ തെറ്റിദ്ധരിപ്പിക്കാൻ അങ്ങനെ ചെയ്തതാണോ എന്ന് ചിന്തിക്കുന്ന കോൺസ്പിറസി തിയറിസ്റ്റുകളുണ്ട്. പക്ഷേ ഇത് സ്ഥിരീകരിക്കാൻ വിവരങ്ങളില്ലാത്തതുകൊണ്ട് അത് രണ്ടും തിയറി ആണ് എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ എനിക്കും പറയാനാവുന്നുള്ളൂ. അതുകൊണ്ട് എന്തായാലും ഹോർമൂസ് കടലിടുക്കിന് വടക്കുള്ള ഇറാനും തെക്ക് ഭാഗത്തുള്ള യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും യോജിച്ച് നിൽക്കേണ്ട സമയത്ത് കൂടുതൽ സ്പർദ്ധയിലേക്ക് ഈ രാജ്യങ്ങൾ നീങ്ങുന്നത് സുഗമമായ എണ്ണ ഗതാഗതത്തിന് ഒട്ടും അനുയോജ്യമല്ല. അതുമാത്രമല്ല, UAE ആണ് രാജ്യം. ഭാരതവംശജരായ ഏറ്റവും അധികം പേര് പശ്ചിമ ഏഷ്യയിലുള്ള, വെസ്റ്റ് ഏഷ്യയിലുള്ള, GCC മേഖലയിലുള്ള ആകമാന ഇന്ത്യക്കാരുടെ പകുതിയിലധികവും താമസിക്കുന്നത്, ജോലി ചെയ്ത് ജീവിക്കുന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലായതുകൊണ്ട് എമിറേറ്റ്സിൻ്റെ, അതായത് ദുബായിയുടെ, അബുദാബിയുടെ, ഷാർജയുടെ, റാസൽ ഖൈമയുടെ, ഫുജൈറയുടെ ഒക്കെ സുരക്ഷിതത്വം വളരെ പ്രധാനമാണ്. നമ്മുടെ ബന്ധുക്കളായ, കൂട്ടുകാരായ, വീട്ടുകാരായ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം UAEയുടെ സുരക്ഷ, UAEയുടെ ഇക്കണോമിക് സ്റ്റെബിലിറ്റി വളരെ പ്രധാനമാണ് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. നമസ്കാരം.